മിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മളിന്ന് ഉയർപ്പുകാലം 7-ാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 24-ാം അധ്യായം 44 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങളാണ് സഭാമാതാവ് നമ്മുടെ പ്രഘോഷണത്തിനായി നമുക്കിന്ന് നൽകിയിരിക്കുന്നത്. ഈ സുവിശേഷത്തിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് കടക്കുവാനും ചൈതന്യം പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ശ്രമിക്കാം. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന വലിയ ക്രൈസ്തവ കൂട്ടായ്മയ്ക്ക് അടിസ്ഥാനമായി നിലകൊള്ളുന്ന സുവിശേഷ ഭാഗമാണ്. അതുപോലെ തന്നെ സ്വർഗത്തെക്കുറിച്ചുള്ള ആ വലിയ പ്രത്യാശയിൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ ക്രൈസ്തവ മനോഭാവത്തിന് അടിസ്ഥാനമായി നിൽക്കുന്ന സുവിശേഷ ഭാഗവും ഇത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ക്രൈസ്തവരെന്ന നിലയിൽ വലിയ ഒരു ദൗത്യമുണ്ടെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. യേശു പറയുകയാണ്, ശിഷ്യന്മാരോടൊന്നതുപോലെ നമ്മളോടും എല്ലാ ജനതകളോടും യേശുവിൻ്റെ സുവിശേഷം നിങ്ങൾ പോയി പ്രഘോഷിക്കുക. അതിനുള്ള ആത്മീയമായ ശക്തി പരിശുദ്ധാത്മാവിനെ അയച്ച് ദൈവം ശിഷ്യന്മാർക്ക് നൽകിയതുപോലെ നമുക്കും നൽകുമെന്ന് യേശു നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര സജീവമാണ് 2000 വർഷങ്ങൾക്കപ്പുറത്ത് യേശുക്രിസ്തുവിനെ നേരിട്ട് അനുഭവിച്ച ശിഷ്യന്മാർ. ആ വലിയ ബോധ്യം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്ന് കൊടുത്തുകൊണ്ട് ഇന്ന് നമ്മുടെ കൈകളിൽ എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം മുഴുവനും എപ്പോഴും ആ സുവിശേഷം, യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ചുള്ള സദ്വാർത്ത പ്രഘോഷിക്കപ്പെടുന്നു. അതുപോലെ എത്രയോ കൂദാശകൾ അനുഷ്ഠിക്കപ്പെടുന്നു. ധ്യാനങ്ങൾ, തീർത്ഥാടനങ്ങൾ, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഉപവിപ്രവർത്തനങ്ങൾ. അങ്ങനെ 2000 വർഷങ്ങൾക്കപ്പുറത്ത് ജീവിച്ചിരുന്ന യേശുക്രിസ്തുവിനെ ഇന്ന് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. എത്രയോ വലിയ ദൗത്യമാണ് ശിഷ്യന്മാർ ചെയ്തത്. അവർ കേട്ട ആ യേശുവിനെ അതേപടി അനന്തര തലമുറയിലേക്ക് അവർ പകർന്നു കൊടുത്തു. ആ പരിശുദ്ധാത്മ ശക്തിയാൽ നമ്മൾ ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഈ വലിയ കൂട്ടായ്മയുടെ ഭാഗമായതിൽ വളരെയേറെ സന്തോഷിക്കുകയും ആ ക്രിസ്തീയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നു. ഓരോ ഞായറാഴ്ച കുർബാനയിലും താല്പര്യപൂർവ്വം പങ്കെടുക്കുമ്പോൾ നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഒന്നാണ് എന്നുള്ള വലിയ ബോധ്യം നമ്മളിൽ ഉണ്ടാകുന്നു. അതനേകർക്ക് നമ്മൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം യേശു ജീവിച്ചിരുന്നത് അതേ കാര്യങ്ങൾ യേശുവിൻ്റെ ഉത്ഥാനത്തിനും സ്വർഗാരോഹണത്തിന് ശേഷം അതുപോലെ ജനങ്ങളിൽ എത്തിക്കേണ്ടി വന്നു. വലിയ ദൗത്യമാണ് അവർ ചെയ്തത്. യേശുവിൻ്റെ സ്വർഗാരോഹണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പത്രോസ്ലീഹ ഇന്നത്തെ ലേഖനത്തിലൂടെ എത്രയോ വലിയ സ്വർഗീയമായ പ്രത്യാശയുടെ അനുഭവത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. നോക്കുക, പത്രോസ്ലീഹ പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ അവൻ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. സ്വർഗത്തിന് അവകാശികളാക്കി നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നതിൽ വലിയ സന്തോഷം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പത്രോസ്ലീഹ പറയുകയാണ്, അല്പസമയത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിലാനന്ദിക്കുകയും, കാരണം അഗ്നിശോധനയെ അതിശയിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ
വിശ്വാസം. പ്രിയപ്പെട്ടവരെ, വലിയ പ്രത്യാശയിലും വലിയ വിശ്വാസത്തിലും നമ്മുടെ ക്രൈസ്തവ സമൂഹത്തെ പടുത്തുയർത്തുവാൻ നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.